അതായത് ഇവിടെ LDFിൻ്റെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ കുടിശ്ശിക തരുമെന്നാണ്. ഞങ്ങൾ അങ്ങനെ കുടിശ്ശികയൊന്നും തരില്ല. ഞങ്ങൾ കുടിശ്ശിക ചോദിച്ച് വന്ന ആളുകളുമല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, UDFിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നതിൻ്റെ എത്രയോ മടങ്ങ് ഇവിടെ തരുന്നു എന്ന് പറഞ്ഞു. അതേ കാര്യങ്ങളിൽ അത്ര വ്യക്തത ഇല്ലാതെയാണ് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു. 1000 രൂപ UDF ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ നിന്ന് അധികാരം ഒഴിയുമ്പോൾ അതുണ്ടായിരുന്നത് 500 രൂപയായിരുന്നത് 1000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ട് പോയി 500 രൂപയാണ്. പക്ഷേ നമ്മൾ അദ്ദേഹം മനസ്സിലാക്കേണ്ടുന്നത് ആശാ വർക്കർ ഒരു വോളണ്ടറി വർക്കായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യുന്ന ഒരു പണിയായിരുന്നു, ഒരു കമ്പൽസറി ആയിരുന്നില്ല. പക്ഷേ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം ഇതൊരു നിർബന്ധിത പ്രവർത്തനമായിട്ട് മാറ്റുകയും ഈ ആശാ വർക്കർമാർ മറ്റൊരു ജോലിക്കും പോകാൻ പാടില്ലെന്ന് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി ഈ ഏർപ്പെട്ടിരിക്കുന്ന ആശാ വർക്കർ എന്നൊരു പണി മാത്രമേ ചെയ്യാവൂ എന്നും മറ്റൊരു പണിയും ചെയ്യരുത് എന്നൊരു ഉത്തരവിറക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു പണി കൊണ്ട് അവർക്ക് ജീവിച്ചിരിക്കാൻ പറ്റുന്ന വരുമാനം കൊടുക്കണം. അതൊരു കാര്യം. 2, 1000 ജനങ്ങൾക്ക് ഒരു ആശാ വർക്കർ എന്ന് പറഞ്ഞിരുന്ന മാനദണ്ഡത്തെ ഒരു വാർഡിനെ ഒരു ആശാ വർക്കർ എന്ന നിലയിൽ മാറ്റിയിട്ടുണ്ട്. ഒരു വാർഡെന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2500, ചിലപ്പോൾ 3500, 4000-അടുത്ത് വരെ ജനസംഖ്യ വരുന്ന വാർഡുകളിൽ വർക്ക് ചെയ്യുന്ന ആശാ വർക്കർമാരുണ്ട്. അപ്പം 3 or 4 ആശാ വർക്കർമാരെ നിയോഗിച്ച് പണിയെടുപ്പിക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ ഒരാഴ്ചയായിട്ട് അതിനെ ചുരുക്കി ഈ ആളുകളുടെ ജോലിഭാരം 4 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിട്ട് പറയുന്നു ഞങ്ങൾ 7000 തന്നില്ലേ എന്ന്. അതൊക്കെ ചോദിക്കുന്നതിന് ഒരിച്ചിരി എങ്കിലും സാമാന്യമായൊരു യുക്തി വേണം. അങ്ങനെ യുക്തിപരമായി നിങ്ങൾ സംസാരിച്ച് നോക്കിയോ പ്രിയപ്പെട്ട LDFിൻ്റെ വക്താക്കളെ, നിങ്ങൾക്ക് തന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാവും. അതല്ല ഒരു പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കരുത്. PSC അംഗങ്ങൾക്ക് കൊടുത്തത് ചോദിക്കും, തീർച്ചയായിട്ടും ചോദിക്കും. ഈ 3.25 ലക്ഷം രൂപ പോരാഞ്ഞിട്ട് വീണ്ടും പൈസ കൊടുക്കുന്നതിന് ചോദിക്കും. ഈ ആശാ വർക്കർമാർ അടക്കമുള്ള 7000 രൂപ വല്ലപ്പോഴും കിട്ടുന്ന, അതിനകത്ത് മാനദണ്ഡം ഏർപ്പെടുത്തി 4000, 3000 രൂപ കിട്ടുന്ന ആളുകൾ കൊടുക്കുന്ന നികുതിപ്പണമാണ് ഈ എടുത്തു കൊടുക്കുന്നതെന്ന് ഞങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും. ഇനി അവിടെ കേന്ദ്രത്തിൽ ഇരിക്കുന്ന KV തോമസ് എന്തിനാണ് അദ്ദേഹത്തെ ഇരുത്തിയിരിക്കുന്നത് ഒരാൾക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ യാത്രാബത്ത ഇരട്ടിയിലേറെ വർദ്ധിപ്പിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കും. ഈ തെരുവിൽ കിടക്കുന്ന ആശാ വർക്കർമാർ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു സമൂഹം ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പുക